ആ സമയമാകുമ്പോഴേക്ക് ഈ ദുനിയാവിലുള്ള മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ടാകും, കുളിപ്പിച്ചിട്ടുണ്ടാകും. ഖബർസ്ഥാനിൽ 6 അടി മണ്ണിൽ ആ മയ്യത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ മയ്യത്തിന്റെ ചുറ്റും നിന്ന് അവസാനത്തെ മനുഷ്യനും പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായും ആ മനുഷ്യൻ ഒറ്റക്കായി കഴിഞ്ഞാൽ, ആ ഖബറിൽ തനിച്ചായി കഴിഞ്ഞാൽ, പല പാട്ടുകളും കവിതകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഖബറിനെ കുറിച്ച്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ ബാബുട്ടു നീ കരയേണ്ടതാ. ഖബറെന്നാൽ നമുക്കെല്ലാം തിരിച്ചു പോകാനുള്ള വീടാണ്. എന്റെ ഭാര്യയോടൊത്ത്, എന്റെ ഉമ്മയോടൊത്ത്, എന്റെ മക്കളോടൊത്ത്, എന്റെ ഉറ്റ സുഹൃത്തിനോടൊത്ത് ഞാൻ ഈ ഭൂമിയിൽ ചെലവഴിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഞാൻ ഖബറിൽ കഴിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗൾഫിൽ ഞാനും നിങ്ങളും അധ്വാനിക്കുമ്പോ, വർഷങ്ങൾ അധ്വാനിച്ചുകൊണ്ട് നാം നമ്മുടെ വീട്ടിലേക്ക്, വീടിന്റെ പണി നടക്കുമ്പോ ആ വീട്ടിലേക്കുള്ള ഇന്റീരിയർ നാം ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നാം അന്വേഷിക്കാറുണ്ട്, എത്രമാത്രം നാം മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ടൈലിടുമ്പോ, മാർബിളിടുമ്പോ, വീട്ടിലേക്ക് വേണ്ടുന്ന ഓരോ സാധനങ്ങളും സാമഗ്രികളും വാങ്ങിക്കുമ്പോ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, അതിന്റെ വിലയെ കുറിച്ച്, അതിന്റെ ഈടുനിൽപ്പിനെ കുറിച്ചെല്ലാം എത്രമാത്രം നാം അന്വേഷിക്കാറുണ്ട്. എത്ര കാലമാണ് ആ വീട്ടിൽ നമ്മൾ ജീവിക്കുക പ്രിയപ്പെട്ടവരെ? എത്ര കാലമാണ് നമുക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കുക? 30 കൊല്ലമോ 40 കൊല്ലമോ? പലപ്പോഴും പല പ്രവാസികളായ പുരുഷന്മാർക്കും ആ വീട്ടിൽ കിട്ടുന്ന സ്ഥാനം ഏതാണ്? കോലായിലുള്ള ചെറിയൊരു സ്ഥലം മാത്രമാണ്. ഉമ്മയും മക്കളും വീടിന്റെ അകത്ത് സകല ചർച്ചകളും നടക്കുമ്പോ 40ഉം 50ഉം കൊല്ലം പ്രവാസ ലോകത്ത് നിന്ന് അധ്വാനിച്ച് വിയർപ്പും ചോരയും കരുവാക്കിക്കൊണ്ട് അതെല്ലാം ചിലവാക്കി വീട് പടുത്തുയർത്തിയ ഒരു കുടുംബത്തെ കരക്കെത്തിച്ച ഗൃഹനാഥൻ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. അതാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് അവകാശപ്പെട്ട പ്രത്യേകമായ സ്ഥലം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ആ സ്ഥലത്ത് തന്നെ 30 അല്ലെങ്കിൽ 40 20 കൊല്ലം മാത്രമേ നാം കഴിച്ചുകൂട്ടുകയുള്ളൂ. ആ വീടിന് വേണ്ടി 2 ശതാബ്ദമോ 3 ശതാബ്ദമോ കഴിഞ്ഞുകൂടുന്ന കൂടേണ്ട വീടിന് വേണ്ടി നാം ചിലവഴിക്കുന്ന സമയം എത്രയാണ്? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1ാമത്തെ തവണയില്ല, 2ാമത്തെ തവണ കാഹളത്തിനൂതുന്നതുവരെ, 2ാമത്തെ തവണ കാഹളത്തിനൂതുന്നതുവരെ നമ്മൾ കിടക്കേണ്ട വീടാണ് ഖബറ്. 6 അടി മണ്ണ്. ആ 6 അടി മണ്ണിലേക്ക് എന്ത് വിഭവമാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്ത് മുൻകരുതലുകളാണ് നാം എടുത്തു വെച്ചിട്ടുള്ളത്? ആ മുൻകരുതലുകളെ കുറിച്ച് നോക്കുമ്പോ വട്ടപൂജയായിരിക്കും. ഈ ദുനിയാവിൽ കുറച്ചു കാലം കഴിയാനുള്ള വീടിന് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ടാവും. 6 മണ്ണിലേക്ക് തിരിച്ചുപോയി കിടക്കാനുള്ള വീടിന് വേണ്ടി ഒരു പണി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, ഒരു പണിയും ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആ ഖബറിൽ സമാധാനത്തോടെ കിടക്കുന്ന മനുഷ്യന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതുആദു റൂഹുഹു ഫീ ജസദിഹി. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനിയത ശരീരത്തിലേക്ക് തിരിച്ചിടപ്പെടുകയാണ്. എന്നിട്ട് ആ ഖബറിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ, ഖബറടക്കം കഴിഞ്ഞാൽ, പല ഹദീസുകളിലും കാണാം, ഈ റൂഹ് തിരിച്ചിടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ റൂഹ് തിരിച്ചു നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുമെന്നാണ്. എന്നിട്ട് വെപ്രാളപ്പെടുമെന്നാണ്, ബേജാറാവുമെന്നാണ്. അയാളുടെ ബേജാർ എന്താണ്? എന്തായിരിക്കും ആ മനുഷ്യന്റെ ബേജാറ്? നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഈ ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഹദീസ് കേൾക്കാത്തവർക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? ഒരുപാട് നേരം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന നല്ല ഇഖ്ലാസും തഖ്വയുമുള്ള ഒരു മുഅ്മിനിന്റെ ബേജാർ എന്തായിരിക്കും? പടച്ചോനെ, ജോലിക്ക് കൊണ്ട് സമയമായോ? ഓഫീസിലെത്തേണ്ട സമയമായിപ്പോയോ? ബോസ് വിളിച്ചിട്ടുണ്ടാവോ? കട തുറന്നിനിയോ? ഇതൊക്കെയാണോ അയാൾക്കുണ്ടാവുന്ന ടെൻഷൻ? അല്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ മുന്നേ അയാളുടെ ഹൃദയത്തെ മതിക്കുന്ന, അയാളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്തയുണ്ട്. പടച്ചോനെ, സമയത്രായി? 5 മണി കഴിഞ്ഞോ? നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവോ? ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവോ? ബാങ്ക് കൊടുത്തോ? തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്ന ആദിയാണ്, എന്ന ചിന്തയാണ് ഇഖ്ലാസുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ആദ്യമായി വരിക. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഒന്ന് ഹിസാബ് നടത്തി നോക്ക്, ഒന്ന് വിചാരണ നടത്തി നോക്ക്. നമുക്ക് അങ്ങനെ ഒരു ബേജാറുണ്ടാവാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ കർട്ടന്റെ ഉള്ളിലൂടെ ചെറിയ പ്രകാശം കാണുമ്പോ നമ്മൾ ചാടി എഴുന്നേൽക്കാറുണ്ടോ? എന്നിട്ട് പടച്ചോനെ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞോ എന്ന് നമ്മൾ ബേജാറാവാറുണ്ടോ? ആ കർട്ടൻ ഇങ്ങനെ നീക്കി വെളിച്ചം പരപരാ പരന്നു, സൂര്യോദയത്തോട് അടുത്തിരിക്കുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾ പെടയാറുണ്ടോ? 1ാമത്തെ സഫിൽ നിൽക്കുന്ന ഞാൻ, ഇന്നെനിക്കത് പറ്റിയിട്ടില്ലല്ലോ എന്ന ആദി ദിവസം മുഴുവൻ നമ്മെ വേട്ടയാടാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉണ്ടെങ്കിൽ ഖബറിലും അതേ ആദി നമുക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ബേജാറ് നമുക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ മനുഷ്യൻ ഒരുപാട് നേരം ഉറങ്ങിയതുപോലെ ഒരുപക്ഷെ ഈ മനുഷ്യന് തോന്നും, അയാൾ ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ബേജാറാ
എന്താകുമെന്നാണ് എന്റെ നിസ്കാരം, എന്റെ സുബഹി, എന്റെ തഹജ്ജുദ്, എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കാനുള്ള എന്റെ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഈ മനുഷ്യൻ പറയുമെന്നാണ്. ആ സമയത്ത് ആ മനുഷ്യനത് തിരുത്തി കൊടുക്കുക ഖബറിലെ മലക്കുകളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇനി സുബഹിസ്കാരമില്ല, സുബഹിസ്കരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു, വേണ്ടുന്ന സമയത്ത് നന്നായി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സമാധാനിക്കുക, ഇനി നിസ്കാരമില്ല എന്ന് ആ മലക്കുകളാണ് അയാളെ തിരുത്തി പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളെ കുറിച്ച് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്. ഫയഅതീഹി മലക്കാൻ, രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് വരും. ഖബറിലേക്ക് എങ്ങനെ രണ്ട് മലക്കുകൾ വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ കട്ടി കിടക്കാൻ മാത്രമേ ഖബറുള്ളൂ, പിന്നെ എങ്ങനെ ഖബറിലേക്ക് മലക്കുകൾ വരിക? ഈ കാണുന്ന സംഗതികൾ മുഴുവൻ ഖബറിൽ എങ്ങനെയാണ് നടക്കുക? പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്താണ്, വേറെ വേൾഡിലാണ്. നമ്മുടെ എല്ലാം മാറ്റമാണ്. നമ്മുടെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശാസ്ത്രീയ ഫോർമുല, സയന്റിഫിക് ഫോർമുലകൾ കൊണ്ടോ വിശദീകരിക്കാനോ വിവരിക്കാനോ കഴിയാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ യാത്രയായി. പിന്നെ ഇവിടത്തെ ലോകത്ത് നാം പഠിച്ചു വെച്ച യുക്തിക്കും ബുദ്ധിക്കും സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, ആ ബർസഖ് എന്ന വിശാലമായ ലോകത്തേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ് ഖബർ. അവിടെ ശിക്ഷ അനുഭവിക്കുന്നതും രക്ഷ അനുഭവിക്കുന്നതും നമ്മുടെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, റൂഹാണ്. ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ എത്രയാ നമ്മുടെ ശരീരം ഉണ്ടാവുക? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ശരീരത്തിന്റെ നിറം ഇങ്ങനെ മാറി മാറി വരും. ആദ്യം മൂക്കുന്ന വായിന്നൊക്കെ കെട്ട നാറ്റുള്ള ഒരു തരം ദ്രാവകമാണ് പുറത്തേക്ക് വരിക. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഷവ്വായ വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, അതിന്റെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുമല്ലോ, അതേപോലെ ആ ഷവ്വായുടെ കോലത്തിലേക്ക് മനുഷ്യന്മാരുടെ ഡെഡ് ബോഡികൾ മുഴുവൻ മാറും. ഡിക്കേ അങ്ങനെയാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ആ തൊലിയിൽ വിള്ളലുകളും കീറലുകളും വന്ന് കറുകറുത്ത രക്തത്തിന്റെ കട്ടകൾ അതിൽ നിന്ന് പുറത്തേക്ക് പൊടിഞ്ഞ് 1.5 മാസം കഴിയുമ്പോഴേക്കുണ്ടല്ലോ ആ പിന്നെ ശരീരം മാംസളമായ സുന്ദരമായ ആ തൊലിയുള്ള കണ്ണുകളുള്ള ആ ശരീരം ഉണ്ടല്ലോ ഒരു അസ്ഥികൂടം മാത്രമായിട്ട് മാറും. ആ അസ്ഥികൂടത്തിന്റെ ചുറ്റിലും എന്തുണ്ടാവും? ഒരു ദ്രാവകം ഉണ്ടാവും, നാറുന്ന ദുർഗന്ധമുള്ള ഒരു ദ്രാവകം. ആ ദ്രാവകമാണ് നമ്മൾ ജിമ്മിന് പോയി പെരുപ്പിച്ചെടുത്ത നമ്മുടെ ബോഡി, നമ്മുടെ മസിലുകൾ, നാം പലതരത്തിലുള്ള കോസ്മെറ്റുകൾ ഉപയോഗിച്ച് സംരക്ഷിച്ച, പലതരത്തിലുള്ള മരുന്നുകൾ കുടിച്ച് വ്യായാമം ചെയ്ത് നാം സംരക്ഷിച്ച നമ്മുടെ ഹൃദയം, നമ്മുടെ കരള്, നമ്മുടെ കിഡ്നി, നമ്മുടെ ആമാശയങ്ങൾ, നമ്മുടെ മസിലുകൾ, നമ്മുടെ പേശികൾ, നമ്മുടെ എല്ലാം 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 കേവലം ആ ഒരു ദ്രാവകമായി മാറുമെന്നാണ് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്, അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി ഈ പറയുന്ന അസ്ഥികൂടം കുറെ കാലം കിടക്കോ ഖബറിൽ? നമ്മൾ സാധാരണ പറയല്ലോ 6 അടി മണ്ണിന്റെ അവകാശം മാത്രമേ കിട്ടുള്ളൂ. ആര് പറഞ്ഞു നമ്മളോട് 6 അടി മണ്ണിന്റെ അവകാശം നമുക്ക് കിട്ടുന്നു? 6 അടി മണ്ണിന്റെ അവകാശം നമുക്ക് കിട്ടോ? ഇല്ല. ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ കാഹളത്തിൽ വരുമ്പോ നിങ്ങൾ എന്താ വിചാരിച്ചേ? നമ്മളിങ്ങനെ ആ ഇഷ്ടികൊക്കെ ഇങ്ങനെ മാറ്റി, ആ മൂടുകല്ലൊക്കെ മാറ്റിയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ മാറ്റി, ഇങ്ങനെ പൊടിയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന നാം കിടക്കുന്ന ഖബറിൽ നിന്ന് 10,000 എഴുന്നേറ്റ് വരും. 10,000 എഴുന്നേറ്റ് വരും. കാരണം ആ കാലമാകുമ്പോഴേക്ക് ഒരു പക്ഷേ 100കണക്കിന് 1000കണക്കിന് ആളുകൾ അതേ ഖബറിൽ മറമാടപ്പെട്ടിട്ടുണ്ടാവും. 6 അടി മണ്ണിന്റെ അവകാശം പോലും ലഭിക്കാതെയാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജനിച്ചതും ജീവിക്കുന്നതും ഇനി മരിക്കാൻ പോകുന്നതും. നമ്മുടെ പേരും പെരുമയും പ്രശസ്തിയും എല്ലാം മാഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ വീട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, മക്കളിൽ നിന്നും, ഭാര്യയിൽ നിന്നും, ഉമ്മയിൽ നിന്നും, വാപ്പയിൽ നിന്നും, തറവാടിൽ നിന്നുമെല്ലാം നമ്മുടെ പേരും ഓർമ്മയും മായുന്നത് പോലെ മണ്ണിനടിയിൽ നിന്ന് നമ്മുടെ ശരീരവും മാഞ്ഞു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഖബറിലേക്ക് ഈ 2 മലക്കുകൾ വരും. എന്നിട്ട് ആ മലക്കുകൾ എന്ത് ചെയ്യും? എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്, ചില വർത്തമാനങ്ങൾ പറയുന്നതാണ്. എന്താണത്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരെ, ആരോടാണ് ഈ ചോദിക്കുന്നത്? ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച, റബ്ബിനോട് ഒറ്റക്കിരുന്ന് കരഞ്ഞ, അള്ളാഹുവിനോട് സ്വകാര്യ സംഭാഷണം നടത്തിയ, ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെ അള്ളാഹുവിന്റെ റിദക്ക് വേണ്ടിയും വജീഹിന് വേണ്ടിയും മാറ്റി നിർത്തിയ മനുഷ്യനോടാണ് ഈ ചോദിക്കുന്നത്. ആ മനുഷ്യന് വല്ല പ്രയാസവും ഉണ്ടാകുമോ? മറുപടി പറയാൻ ഉത്തരത്തിന് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഫയഖൂല, മനുഷ്യൻ പറയുകയാണ്, റബ്ബി, അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. അതവൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്, അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോ അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം അറിയാതെ മമ്പുറത്തുവങ്ങളെ വിളിച്ചു പോകുന്നവരെ, അറിയാതെ സിയം അടവൂരിനെ വിളിച്ചു പോകുന്നവരെ, അറിയാതെ ബദരീങ്ങളെ വിളിച്ചു പോകുന്നവരെ, അറിയാതെ ഉഹുദീങ്ങളെ വിളിച്ചു പോകുന്നവരെ, അറിയാതെ ഔലിയാക്കളെ വിളിച്ചു പോകുന്നവരെ, ഖബറിലുള്ള ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളാകെ അമ്പരം
തകർന്നു പോകുന്നതാണ്, നിങ്ങൾ ആകെ വെപ്രാളപ്പെട്ടു പോകുന്നതാണ്. ഈ ഉച്ചസ്ഥിരമുള്ള മറുപടികൾ അല്ലാഹു ചിലർക്ക് മാത്രം നൽകുന്ന മഹാഭാഗ്യമാണ്. ആരാണെന്നറിയുമോ? ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തങ്ങന്മാരെ നോക്കി ഓടാത്ത, ജിന്നുമ്മമാരെ നോക്കി ഓടാത്ത, അടിച്ചിറക്കൽ കേന്ദ്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഓടാത്ത, മന്ത്രവാദങ്ങൾക്ക് പിന്നാലെ ഓടാതെ അല്ലാഹുവിനെ മാത്രം വിളിക്കുന്ന, അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന, റബ്ബി എന്ന് വിളിക്കുന്ന മനുഷ്യർക്ക് മാത്രം പടച്ച റബ്ബ് പ്രത്യേകം റിസർവ് ചെയ്തു വെച്ച അനുഗ്രഹമാണിത്. അവരതാ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ചോദ്യം അവസാനിക്കുന്നില്ല, ചോദ്യം തീരുന്നില്ല. ഫയഖൂലാനി ലഹു, അവനോട് വീണ്ടും ചോദിക്കുകയാണ്, മാ ദീനുക, ഏതാണ് നിന്റെ മതം, ഏതാണ് നിന്റെ ദീൻ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ മറുപടി പറയുന്നു, ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലൊരു കല്യാണം വരുമ്പോ പണക്കാരായ കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അമുസ്ലിങ്ങളായ കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ദീനുമായി ബന്ധമില്ലാത്ത മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു വിലക്കിയ ആഘോഷങ്ങൾ വീട്ടിലേക്ക് കടിഞ്ഞാണിട്ട് കൊണ്ടുവരുന്നവരെ ഖബറിൽ നിങ്ങൾക്ക് ഈ ഉത്തരം പറയാൻ കഴിയില്ല. ഓണാഘോഷങ്ങൾ വരുമ്പോ, ഓണത്തിന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിലില്ലാത്ത ഈദുകളുടെയും ആഘോഷങ്ങൾ വരുമ്പോൾ സെക്യുലറായി സ്വയം കാണിക്കുന്നതിന് വേണ്ടി, മതേതരനായി സ്വയം അവരോധിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ സകല നിയമങ്ങളെയും പരിഹരിക്കുന്നവരെ ഈ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. മക്കളുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോ, പെൺമക്കളുടെ വസ്ത്രധാരണം തിരഞ്ഞെടുക്കുമ്പോ, വീടിന്റെ പണി തിരഞ്ഞെടുക്കുമ്പോ, കച്ചവടം തിരഞ്ഞെടുക്കുമ്പോ, ഏർപ്പാടുകൾ തിരഞ്ഞെടുക്കുമ്പോ, അവിടെയെല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ മൂലക്കിരുത്തിക്കൊണ്ട് തന്നിഷ്ടത്തോടെ ചെലവഴിക്കും, തന്നിഷ്ടത്തോടെ മുന്നോട്ട് പോകുന്നവരെ ഈ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. ഈ ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ പകച്ചു പോകുന്നതാണ്, പതറിപ്പോകുന്നതാണ്. കാരണം കളവ് പറയുക എന്നത്, കളവ് പറയുക എന്ന സ്വഭാവം മരണത്തോടുകൂടി അവസാനിക്കുന്നതോട് നിങ്ങൾക്ക് കളവ് പറയാൻ കഴിയില്ല. ഫയഖൂലാനി ലഹു, വീണ്ടും ആ മലക്കുകൾ ചോദിക്കുകയാണ്, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, ഏതാണ് ഈ മനുഷ്യൻ? അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചിട്ടാണ് ചോദിക്കുക, പ്രവാചകനെ കാണിച്ചിട്ടാണ് ചോദിക്കുക. ഫയഖൂല, മനുഷ്യൻ മറുപടി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇത് പറയാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, താടി പഠിക്കുന്നവരാകരുത് നാം, നിര്യാണിക്ക് താഴെ പേണ്ടിടുന്നവരാകരുത് നാം. അല്ലാഹുവിനെ കുറിച്ചുള്ള, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്താൽ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ ഭാഗഭാക്കാകുന്നവരാകരുത് നാം. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ റബീഉൽ അവ്വലിന്റെ ദിവസമാണ്. നാടുനീളെ കേരളത്തിലുടനീളം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുകയാണ്. ആഘോഷയാത്രയുടെ മുന്നിൽ ആഘോഷയാത്രയെ നയിക്കുന്ന ഉസ്താദുമാരുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം. ആ പ്രവാചകൻ പഠിപ്പിച്ച താടിയില്ല, ആ പ്രവാചകന്റെ സുന്നത്തില്ല, ആ പ്രവാചകന്റെ ഇത്തിബാഇല്ല, ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ദീനില്ല, ഹുസ്നുൽ ഖുൽഖില്ല, തൗഹീദില്ല, സുന്നത്തില്ല. ഇതില്ലാതെ കേവലം ഈദുകളും ആഘോഷങ്ങളും വൈപ്പുകളും മാത്രമായി, ഈ പറയുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കലുകൾ മാത്രമായി അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ റസൂലിനെ തിരിച്ചറിയാൻ ഖബറിൽ വെച്ച് നമുക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ചോദ്യം അവസാനിച്ചില്ല. അവസാനമായി അടുത്തതായി ചോദിക്കുകയാണ്, വമാ ഇൽമുക, എന്താണ് നിന്റെ അറിവ്, എന്താണ് നിന്റെ വിവരം, എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, ഫആമൻതു ബിഹി വസദ്ദഖതു, ഞാനതിൽ വിശ്വസിച്ചിട്ടുമുണ്ട്, അതിനെ സത്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ മറ്റെല്ലാ വിദ്യാഭ്യാസത്തെക്കാളും മുന്നിൽ ദീനി വിദ്യാഭ്യാസം ഉണ്ടാകണം, ഖുർആനിന്റെ പഠനം ഉണ്ടാകണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഫഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ പഠിതാക്കളായി, ആ ഖുർആനിന്റെ പ്രചാരകരായി, ആ ഖുർആനിന്റെ വാഹകരായി ജീവിക്കാൻ നമുക്കൊണ്ട് സാധിക്കണമെങ്കിൽ മാത്രമേ ഖബറിൽ വെച്ച് ഇൽമി കിതാബല്ലാഹ്, എന്റെ ഇൽമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കിതാബാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം അവസാനിക്കുകയാണ്. മലക്കുകൾ ചോദ്യം നിർത്തുകയാണ്. ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയാണ്. ആ അശരീരി ഖബറിന്റെ ഉള്ളിലേക്ക് കേൾക്കുമെന്നാണ്, അൻസദഖഅബ്ദി, എന്റെ അടിമയതാ സത്യം പറഞ്ഞിരിക്കുകയാണ്, എന്റെ അടിമയതാ സത്യം പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹു സാക്ഷ്യം വഹിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിവിരിച്ചു കൊടുക്കുക. മലക്കുകളെ, നിങ്ങളുടെ ചോദ്യം അവസാനിപ്പിക്കുക, നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് എന്റെ അടിമക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിവിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന,
അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുക. ഫഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, അതും പോരാ, അവന്റെ ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിലും തുറന്നു കൊടുക്കുക. ആ വാതിൽ എങ്ങനെ തുറക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് വേണ്ടി, ഖബറാളിക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സുന്ദരമായ ഭവനങ്ങൾ ആ മനുഷ്യൻ ആ വാതിലിലൂടെ കാണുന്നതാണ്. അയാളുടെ പൂന്തോട്ടങ്ങൾ, സ്വർഗീയ ആരാമങ്ങൾ, ഉദ്യാനങ്ങൾ, താഴ്വരകൾ, അനുഗ്രഹങ്ങളെല്ലാം ഇതിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ കാണുകയാണ്. ആ മലക്കുകൾ അതാ തിരിച്ചു പോകുന്നു. ഈ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലിലൂടെ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു നിൽക്കുന്ന ഈ മനുഷ്യൻ മറ്റൊരു സന്തോഷത്തിലൂടെ സാക്ഷിയാവുകയാണ്. എന്താണത്? ആ സ്വർഗത്തിൽ നിന്നുള്ള സൗരഭ്യവും അതിന്റെ കാറ്റും വരുന്നതോടൊപ്പം ആ മനുഷ്യന്റെ ഖബറത കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കപ്പെടുമെന്നാണ്. ഇവിടെയാണ് നാം നമ്മുടെ യുക്തി മാറ്റി വെക്കേണ്ടത്, നമ്മുടെ ബുദ്ധി മാറ്റി വെക്കേണ്ടത്. ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്ക്, തൊട്ടടുത്ത് കുഴിക്കുന്ന ഖബർ, ആ ഖബറിൽ രണ്ട് ഖബറും ഇങ്ങനെ വിശാലായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശരിയാവുക? അതാണ് പറഞ്ഞത്, ഖബറിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് മറ്റൊരു ലോകത്തേക്കുള്ള പ്രവേശനമാണ്, മറ്റൊരു ലോകത്തേക്കുള്ള ദുഖൂല് മാത്രമാണത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനസ്സിലാക്കുക, അവിടെ തീർന്നില്ല. ആ ഖബറിലേക്ക് ഒരു മനുഷ്യൻ വരും, ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് വരും. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? നല്ല മുഖമുള്ള, നല്ല വസ്ത്രം ധരിച്ച, നല്ല സൗരഭ്യമുള്ള, സുഗന്ധമുള്ള ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് വരുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുമെന്നാണ്, സന്തോഷിക്കുക, നന്നായി സന്തോഷിക്കുക, കാരണം നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തിൽ നീ ഇതാ എത്തിയിരിക്കുന്നു എന്ന് ഈ ഖബറിൽ വന്ന് ആഗതം പറയുകയാണ്. ഫയഖൂൽ, ഈ ഖബറാണ് ചോദിക്കുന്നു, മൻ അൻത്, ആരാ നീ, ആരാണ്? എനിക്ക് നിന്നെ മനസ്സിലായില്ല, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടായിട്ടോ? ഖബറാളി പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമായി. ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു സന്തോഷമാണ് നിന്റെ മുഖം കാണുമ്പോൾ തന്നെ, നീ എന്തോ നന്മയുമായി വന്നതാണെന്ന് എനിക്കുറപ്പാണ് എന്ന് ഖബറാളി പറയുമെന്നാണ്. ഫയഖൂൽ, ആഗതൻ പറയുമെന്നാണ്, വന്ന മനുഷ്യൻ പറയുമെന്നാണ്, ഞാൻ ആരാനൊന്നുമല്ല, ഞാൻ വേറെ ആളൊന്നുമല്ല, നിന്റെ സ്വന്തക്കാരനല്ലാത്ത വേറെ ഏതോ ആളൊന്നുമല്ല ഞാൻ. പിന്നെ ഞാൻ ആരാണ്? ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, നീ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളാണ് എന്നെ പടച്ചോനിതാ നിന്റെ ഖബറിൽ നിനക്ക് കൂട്ടിരിക്കുന്നതിന് വേണ്ടി, നിനക്ക് കൂട്ടു നൽകുന്നതിന് വേണ്ടി എന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് അല്ലാഹു രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ്. പിന്നീട് ആ ഖബറാളിക്ക് പറയാൻ, ആ മുഅ്മിന് ഖബറിൽ നിന്ന് പറയാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയാത്? റബ്ബി അഖിമിസ്സാ, റബ്ബി അഖിമിസ്സാ. അല്ലാഹുവേ, എന്താ അന്ത്യനാളാവാത്തത്? എന്താ ഈ ലോകമൊന്നും അവസാനിക്കാത്തത്? എപ്പോഴാണ് എന്റെ ഖബറിലെ ഈ കിടപ്പ്, ഈ ഉറക്കം എപ്പോഴാണ് റബ്ബേ അവസാനിക്കുക? ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണ്ടേ? എനിക്ക് വേണ്ടി നീ സ്വർഗത്തിൽ ഒരുക്കി വെച്ച ഉന്നതമായ അനുഗ്രഹങ്ങളിലേക്ക് എനിക്ക് തിരിച്ചു പോകണ്ടേ റബ്ബേ? എന്താ ഇതൊന്നും അവസാനിക്കാത്തത് എന്നാ മനുഷ്യരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പറയാൻ തോന്നുന്നു, റബ്ബി അഖിമിസ്സാ, അല്ലാഹു ഈ ലോകം ഒന്ന് തീർത്തരണേ, ഈ ലോകം ഒന്ന് അവസാനിപ്പിക്കണേ, എനിക്ക് എന്റെ സ്വർഗത്തിലേക്ക്. എന്താ പറയാൻ കാരണം? എന്താ പറയാൻ കാരണം? മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത കവിതകളിലോ പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ എഴുതപ്പെടാത്ത, പറയപ്പെടാത്ത തരത്തിലുള്ള സൗന്ദര്യമാണ് ഈ വാതിലിലൂടെ സ്വർഗം കാണുന്നത്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ്, അക്ഷമയോടെയാണ് ഈ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്, അഖിമിസ്സാ, അല്ലാഹുവേ ഈ ലോകം ഒന്ന് അവസാനിപ്പിച്ചിരുന്നു. ഇത് ഖബറിലുള്ള അനുഭവമാണ് പ്രിയപ്പെട്ടവരെ, ഇത് ഖബറിൽ മാത്രമുള്ള അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാഫിറിൽ നമുക്ക് കാണാം, ഫിർഔൻ എല്ലാ രാവിലെയും വൈകുന്നേരവും അവനുള്ള ഭീകരമായ നരകത്തിന്റെ കാഴ്ച കാണിക്കപ്പെടുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞുതരാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, തഹിയ്യാത്തുയുടെ അവസാനത്തിൽ നമ്മളോട് ചൊല്ലാൻ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ആദ്യം ഖബറിലെ ശിക്ഷയിൽ നിന്ന്, രണ്ടാമതായി നരകത്തിലെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതുണ്ടല്ലോ, ആനന്ദത്തിന്റെ, അനുഭൂതിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, നിർവൃതിയുടെ, സംതൃപ്തി
സ്ത്രീയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അത് മാത്രമല്ലട്ടോ ഈ ദുനിയാവിലുള്ളത്, അത് മാത്രമല്ല ഈ ദുനിയാവിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ലാത്ത മരണത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്ത കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായ ആരാണുള്ളത്? വമൻ ഖാല സഉൻസിലു മിസ്ലു മാ അൻസലല്ലാഹ്. അല്ലാഹു അവതരിപ്പിച്ചതുപോലെയുള്ള വചനങ്ങൾ ഞാനും അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞവനേക്കാൾ അക്രമിയായി ആരാണുള്ളത്? എന്നിട്ടുള്ള തുറന്നു പറയുകയാണ്, വലൗ തറാ ഇദ് الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അക്രമകാരികളായ തെമ്മാടികളായ ആളുകൾ അവരതാ മരണത്തെ നേരിടുന്നത് എങ്ങനെയാണ്? അവർ മരണത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്നത് പോലെ അവരുടെ മുന്നിൽ വെളുവെളുത്ത മുഖങ്ങളുള്ള സുഗന്ധവും സ്വർഗത്തിലെ കഫൻകുടമയുമായിട്ടുള്ള മലക്കുകളല്ല വരിക, മറിച്ച് അവരുടെ മുന്നിലേക്ക് വരുന്ന മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മനുഷ്യരുടെ മുഖങ്ങൾ കറുത്തിരുണ്ട പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുഖങ്ങളായിരിക്കും ആ മലക്കുകളുടെ മുഖങ്ങളെന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല അവരുടെ കൈകളിൽ ഉണ്ടാവുക നരകത്തിൽ നിന്നുള്ള കരിമ്പടമായിരിക്കും, നാറിപ്പൊട്ടുന്ന ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള കഫൻ പുടവയുമായിട്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ആ മലക്കുകൾ വരിക. ആ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ്. ഈ രംഗം കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടികൊടുക്കാൻ അവന് ഉദ്ദേശമില്ല. എന്നാൽ അതാ മലക്കുൽ മൗത്ത് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, അല്ലയോ വൃത്തികെട്ടവനെ, അല്ലയോ നശിച്ചുപോയ ആത്മാവേ, അല്ലയോ ഭാഗ്യം കെട്ടവനെ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ. അല്ലാഹുവിന്റെ വെറുപ്പിലേക്ക്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സമയമാണ്. രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. അതാ പ്രവാചകൻ പറയുന്നു, ഫതഫറഖു ഫീ ജസദിഹി, അങ്ങനെ ആ ആത്മാവതാ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞിരിക്കുമെന്നാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പുറത്തേക്ക് വരാതെ ഭയബഹുലമായി ഒളിഞ്ഞിരിക്കുമെന്നാണ്. മുഴുകി പ്രവേശിച്ചുകൊണ്ട് ഓടിയെടുക്കുന്നവ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യർക്ക് സാധ്യമല്ല എന്നാണ്. ആത്മാവിനെ വലിച്ചൂരി പുറത്തേക്ക് എടുത്തുകൊണ്ടൊരു യാത്രയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ളൊരു യാത്ര. പക്ഷെ ഈ യാത്രക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു മാറ്റമുണ്ടെന്നാണ്. നേരത്തെ ഈ ദുനിയാവ് കണ്ട ഏറ്റവും നല്ല സുഗന്ധമാണ് ആ മലക്കുകൾക്ക് കിട്ടിയതെങ്കിൽ ഈ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ സകല മലക്കുകളും പ്രാകുകയാണ്, ശപിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ്, ഏത് മനുഷ്യന്റെ ആത്മാവാണിത്? ഏത് വൃത്തികെട്ടവന്റെ ആത്മാവാണിത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ആകാശത്തിൽ ചെന്നുകൊണ്ട് അനുമതിക്ക് വേണ്ടി ചോദിക്കുന്ന സമയം അനുമതി നൽകപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ചെറിയ സൂചിയുടെ തുളയിലൂടെ ഒട്ടകം കടക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അതുപോലെ തന്നെ അസംഭവ്യമാണ് പരിശുദ്ധമായ മുഖർറബുകളായ മലായികത്തുകൾ മാത്രമുള്ള ആ വാനലോകത്തേക്ക് ഈ പറയുന്ന വൃത്തികെട്ടവരെ നൽകപ്പെടുന്ന പ്രവേശനം കഴിയൂല. ആകാശത്തേക്ക് കയറാനുള്ള സമയം അവിടുന്ന് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് തന്നെ ആ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് പ്രിയപ്പെട്ടവരെ, എന്താണോ നേരത്തെ സംഭവിച്ചത് അതിന്റെ നേർവിപരീതം. മൻ റബ്ബുക, അറബി അറിയാം, അല്ലാഹുവിനെ കുറിച്ച് അറിയാം, അസ്മാഉൽ ഹുസ്ന മുഴുവൻ അറിയാം, ഖുർആൻ ഹാഫിളാണ്, ആലിമാണ്, നഹ്വിന്റെയും സർഫിന്റെയും എല്ലാം അഗാധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന പണ്ഡിതനാണ്. പക്ഷെ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ ഇവന് പറയാൻ പറ്റുന്ന മറുപടി എന്താ അറിയോ? ഹാ ഹാ
ലാ അദ്രി ലാ അദ്രി, എവിടെയാണ് ഞാൻ, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല, എന്താണ് ഈ ചോദ്യം, ഏതാണ് ഈ ലോകം, എവിടെയാണ് ഞാൻ കിടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അടി കിട്ടുമെന്നാണ് ഖബറിൽ നിന്ന്, അടി കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ അടിയെ ഖബറിൽ മുഴുവൻ തീപ്പൊരി നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദാക്ഷിണ്യമില്ല പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിന്റെ അധ്യായങ്ങൾ മുഴുവൻ അവിടെ അവസാനിച്ചു. ഇനി ഇളവില്ല, അലിവില്ല, വിട്ടുവീഴ്ചയില്ല, കാരുണ്യമില്ല. കാരുണ്യമെല്ലാം ഈ ദുനിയാവിൽ അവൻ അനുഭവിച്ചു തീർത്തു. താന്തോന്നിയായി, പറ്റിക്കുന്ന പണ്ഡിതനായി എല്ലാം ഈ ദുനിയാവിൽ ജീവിച്ചപ്പോ അള്ളാഹു അവന് തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, ഉടുക്കാൻ കൊടുത്തു, ഉറക്കം നൽകി, സമാധാനം നൽകി, ഭാര്യയെ നൽകി, സന്താനങ്ങൾ നൽകി. ഇതാ ഈ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നത് വരെ അതോടുകൂടി എല്ലാം അവസാനിച്ചു. അവനുള്ള കരുണ ഇനിയില്ല. അവനെ ആരും ചോദിക്കില്ല. ഒരു ഉറ്റ കൂട്ടുകാരന് മറ്റൊരു ഉറ്റ കൂട്ടുകാരനെ ചോദിക്കാത്ത ഒരു ലോകത്തേക്കാണ് അവൻ യാത്രയായിരിക്കുന്നത്. ആകാശഭൂമികളിലുള്ള ഒന്നും അവന് വേണ്ടി കരയുകയില്ല, അവന് വേണ്ടി വിലപിക്കുകയില്ല. എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവർ, എന്തൊരവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മോട് അനുകമ്പയോടെ സംസാരിക്കാൻ, അനുകമ്പയോടെ നമ്മെ ഒന്ന് നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ഖബറിൽ ഒറ്റക്ക് കിടന്ന് അനുഭവിക്കാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അടിയാണ്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവസാനം ആ മനുഷ്യന് നരകത്തിലേക്കുള്ളൊരു വാതിൽ കൂടി തുറന്നു കൊടുക്കുന്നതാണ്. നരകത്തിലേക്കുള്ള വാതിൽ തുറന്നെടുത്താൽ എന്താണ് സ്വാഭാവികമായിട്ട് വരിക? കരിയും പുകയും ചൂടും അവിടെയുള്ള അതിശക്തമായ ഭയാനകമായ ദീനരോധനങ്ങൾ കർണപുടത്തിലേക്ക് വന്ന് പതിക്കലും അതിന്റെ അകത്ത് നിന്ന് വരുന്ന ശക്തമായ തീക്കാറ്റുമെല്ലാം കണ്ട് ആ മനുഷ്യൻ പേടിക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനം എന്തറിയോ? അല്ലാഹുമ്മ ലാ തഖിമിസ്സാഅ, അല്ലാഹുമ്മ ലാ തഖിമിസ്സാഅ. അല്ലാഹുവേ, ഞാൻ ഈ ഖബറിൽ കിടന്നോളാം, ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ കാണുന്ന നരകത്തേക്കാൾ ഭേദമാണ് റബ്ബേ, അതെല്ലാം ഈ കാണുന്ന നരകമെന്ന മഹാദുരന്തത്തെക്കാൾ, മഹാപാതാളത്തെക്കാൾ ഭേദമാണ് റബ്ബേ എന്ന് ആ മനുഷ്യൻ ഖബറിൽ വെച്ച് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഖബർ ജീവിതത്തിലേക്ക് വേണ്ടി എന്തൊക്കെ നാം പണിയെടുത്തിട്ടുണ്ട്, എന്തൊക്കെ നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ പറയാനുള്ളത് വളരെ ചുരുക്കം ചില സംഗതികൾ മാത്രമാണ് ഖബറിലേക്ക് നമുക്ക് കിട്ടുക. വളരെ ചുരുക്കം ചില സംഗതികൾ. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുമാരനാശാന്റെ വീണപൂവുണ്ടല്ലോ, ആ വീണപൂവിൽ ആ പൂവിങ്ങനെ വീണ് കിടക്കുമ്പോ കുമാരനാശാൻ ആ പൂവിൽ നോക്കിയിട്ട് പറയാറുണ്ട്, എന്തെന്നറിയോ? പൂവേ, അന്ന് നീ സുന്ദരിയായി ഇതളുകൾ വിടർത്തിക്കൊണ്ട് സൗരഭ്യം വിതറിക്കൊണ്ട് നീ അങ്ങനെ നിൽക്കുമ്പോ എത്ര ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ ഒപ്പം, നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കളിക്കാൻ. ഇന്ന് ആ ചിത്രശലഭങ്ങളൊക്കെ എവിടെ? അന്ന് നീ അവഗണിച്ചിരുന്ന, നീ തിരിഞ്ഞു നോക്കാതിരുന്ന കരിവണ്ട് മാത്രമാണ് ഇന്ന് നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രയോറിറ്റി നൽകുന്ന പല സംഗതികളുമുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, നമ്മുടെ ക്ലബ്ബുകളിലുള്ള സംഗമങ്ങൾ. ഇതിന്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് തോന്നാണ്. ക്ലാസ്സുകളിലേക്ക് വിളിക്കുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് തോന്നാണ്. എന്തൊരു ശല്യമാണ്. സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ ഫോൺ ഇങ്ങനെ വരുമ്പോ വിളിക്കുന്നുണ്ട്, സെന്ററിൽ എന്തെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടാവും, അതിനായിട്ട് വിളിക്കുന്നുണ്ടാവുക, എന്തൊരടങ്ങാറാണ് ഈ ചങ്ങായിനെ കൊണ്ട് എന്നാണ് പറയുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ആ വിളിക്കുന്ന ആളുണ്ടല്ലോ അപകടകാരിയാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഏത് അർത്ഥത്തിലാണ് പറയുന്നറിയോ? അയാൾ നിങ്ങൾക്കെതിരെയുള്ള സാക്ഷിയാണ്, അള്ളാഹുവിന്റെ മുന്നിലുള്ള സാക്ഷിയാണ്. പടച്ചറബിന്റെ ഹശ്റിന്റെ വിചാരണയുടെ മൈതാനിയിൽ നിൽക്കുമ്പോ ഒരു കഴിവ് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾക്കെതിരെ വിളിക്കപ്പെടുന്ന സാക്ഷികളിൽ നന്മയിലേക്ക് നിങ്ങളെ വിളിച്ച നിങ്ങളുടെ ഉറ്റകൂട്ടുകാരനുണ്ടാകും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം, എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിലേക്ക് നമ്മെ അനുഗമിക്കുന്ന, നമ്മുടെ കൂടെ ഖബറിലേക്ക് വരുന്ന നമ്മുടെ അമലുകൾ, നമ്മുടെ ഉഖ്റവിയായ കർമ്മങ്ങൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ദുആ, നമ്മുടെ ഖുർആനോത്തുകൾ, നമ്മുടെ പഠനങ്ങൾ, ഇതുപോലെയുള്ള നമ്മുടെ സംഗമങ്ങൾ, ഇതിനെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതിനുള്ള അവസരങ്ങൾ കളയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മ ചെയ്യാനുള്ള ഒരു അവസരവും പ്രിയപ്പെട്ടവരെ നാം ജീവിതത്തിൽ പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക കാര്യം ഉണർത്താനുള്ളത്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്, നാട്ടിൽ എത്രത്തോളം ദഅവത്ത് ആവശ്യമാണ് എന്ന് ഞാൻ ഇവിടെ ഒരു പ്രസംഗം നടത്തിയിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്രത്തോളം പ്രബോധനത്തിന്റെ, ദഅവത്തിന്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി, ഒരു പറ്റം ദാഇമാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് കണ്ണൂർ ജില്ലയിൽ വാരം എന്ന് പറയുന്ന പ്രദേശത്ത്, ഞാൻ ഇതിന്റെ മുമ്പും ഈ ഒരു